ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ മലയാളം ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. അപ്പു എഴുതിയ ഒരു കുറിപ്പ് വായിക്കൂ. അച്ഛന് തെങ്ങുകയറ്റമാണ് ജോലി. അമ്മ പാടത്ത് പണിക്ക് പോകും. കൊയ്യാനും ഞാറുനടാനും കള പറിക്കാനും കറ്റ മെതിക്കാനുമൊക്കെ അമ്മ പോകാറുണ്ട്. കൊയ്തു കഴിഞ്ഞാൽ പാടത്ത് ഞങ്ങൾ കുട്ടികൾ പലതരം കളികളിലേർപ്പെടും. നാടൻ കളികളും ക്രിക്കറ്റും എല്ലാം കളിക്കാറുണ്ട്. അമ്മ പണിക്ക് പോകുമ്പോൾ അവധി ദിവസമാണെങ്കിൽ ഞാനും പോകാറുണ്ട്. കലപ്പ, നുകം, മരം, കൈക്കോട്ട്, ട്രാക്ടർ, ഡ്രില്ലർ തുടങ്ങിയവയൊക്കെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. നാടൻ പാട്ടുകൾ പാടിയാണ് അമ്മയും കൂട്ടുകാരും പാടത്ത് പണിയെടുക്കുന്നത്. പണിയെടുക്കുമ്പോൾ അതിൻ്റെ ആയാസം അറിയാതിരിക്കാൻ തൊഴിലാളികൾ നാടൻ പാട്ടുകൾ പാടാറുണ്ടെന്ന് അമ്മ പറഞ്ഞു. കുറിപ്പ് വായിച്ചല്ലോ. ഇനി താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പം കൂട്ടുകാർ എന്ത് ചെയ്യുക? 2-3 തവണ നന്നായി കുറിപ്പ് വായിച്ച് നോക്കുക, എന്നിട്ട് ഓരോ ചോദ്യങ്ങളായി നോക്കുക. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കിയാലോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ നാടൻ കളി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അക്കുകളി, ക്രിക്കറ്റ് കളി, ക്രിക്കറ്റ്, തലപ്പന്തുകളി, അമ്മാനക്കളി. ഇതിലേതാണ് നാടൻ കളി അല്ലാത്തത്? നമുക്ക് മനസ്സിലായല്ലോ ഏതാണ് കൂട്ടുകാർ? അത് ക്രിക്കറ്റ് ആണല്ലേ. ആൻസർ എന്താണ്? ക്രിക്കറ്റ്. ദെൻ പണിയെടുക്കുമ്പോൾ പാട്ടുകൾ പാടുന്നത് എന്തിനാണ്? സന്തോഷത്തിന്. പാട്ട് അറിയാവുന്നത് കൊണ്ട്. ആയാസം അറിയാതിരിക്കാൻ. വിനോദത്തിന്. നമ്മൾ കുറിപ്പ് വായിച്ചപ്പോൾ അതിലുണ്ടായിരുന്നല്ലേ എന്തിനാണ് കൂട്ടുകാരെ പാട്ടുകളൊക്കെ പാടുന്നത്? യെസ്, ആയാസം അറിയാതിരിക്കാനാണല്ലേ. ആൻസർ എന്താണ്? ആയാസം അറിയാതിരിക്കാൻ. ദെൻ കൂട്ടമായി ചെയ്യുന്ന ഒരു ജോലിയാണ് മീൻപിടുത്തം, തെങ്ങുകയറ്റം, ഞാറുനടിൽ, മീൻ വിൽപ്പന. ഇതിൽ കൂട്ടമായി ചെയ്യുന്ന ജോലി ഇതിൽ ഏതാണ് കൂട്ടുകാരെ? അതെ, ഞാറുനടിയിലാണല്ലേ. ആൻസർ എന്താണ്? ഞാറുനടിൽ. ഓക്കെ, ദെൻ നെൽകൃഷിയുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കലപ്പ, കറ്റമെതിക്കൽ, കൈക്കോട്ട്, കുഴിയെടുക്കൽ. ഇതിലേതാണ് ബന്ധമില്ലാത്തത്? ഏതാണ് കൂട്ടുകാരെ? അതെ, ഓപ്ഷൻ ഡി ആണല്ലേ, കുഴിയെടുക്കലാണ്. ദെൻ അമ്മയോടൊപ്പം അപ്പു പാടത്ത് പോകുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവധി ദിവസം, വൈകുന്നേരം, രാവിലെ, എല്ലാ ദിവസവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ദിവസങ്ങളിലാണ് അമ്മയോടൊപ്പം അപ്പു പാടത്ത് പോകുന്നത്? അതെ, അവധി ദിവസങ്ങളിലാണല്ലേ. ആൻസർ എന്താണ്? അവധി ദിവസം. ഓക്കെ, നമുക്ക് പ്രവർത്തനം 2 നോക്കാം. അനുഭവക്കുറിപ്പല്ലേ. മഴ വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എങ്ങനെയാണ് മഴയുടെ വരവ്? ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അനുഭവക്കുറിപ്പൊക്കെ കൂട്ടുകാർ നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്കൊരു അനുഭവക്കുറിപ്പ് നോക്കിയാലോ. അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. എന്താണ് നോക്കൂ. ഒരു മഴച്ചൊല്ല് എഴുതുക എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം അനുഭവക്കുറിപ്പ് എഴുതാം. ആകാശം കറുക്കും, തണുത്ത കാറ്റു വീശും, മിന്നലും കൂടെ ഇടിയും വരും. ഇലകൾ കാറ്റിൽ പറക്കും, തവളകൾ കരയും, ഇടിയുടെയും മിന്നലിൻ്റെയും അകമ്പടിയോടെ മഴത്തുള്ളികൾ താഴേക്ക് പതിക്കും. മാനത്തു നിന്ന് നൂലിറക്കുന്നത് പോലെ തോന്നും. അത് കണ്ട പിന്നെ മഴനൂലിന് വണ്ണം കൂടും. കുറേ നേരം പെയ്ത് കഴിയുമ്പോൾ മഴനൂല് ചെറുതായി ചെറുതായി വരും. അപ്പം കൂട്ടുകാരും എന്ത് ചെയ്യുക? ഇതുപോലൊരു അനുഭവക്കുറിപ്പ് എഴുതുക. ഓക്കെ, ഇതെന്നൊരു മഴച്ചൊല്ല് എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് എന്തെഴുതാം? തിരുവാതിരയിൽ തിരിമുറിയാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റേതെങ്കിലും ഒരു മഴച്ചൊല്ല് എഴുതുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പോസ്റ്റർ വാക്യം എഴുതുക. ചിത്രം നോക്കൂ. ജലക്ഷാമം രൂക്ഷമായാൽ പക്ഷികളും മൃഗങ്ങളും വെള്ളം കിട്ടാതെ വലയും. ജലം അമൂല്യമാണ് എന്ന് ആശയം വരുന്ന പോസ്റ്റർ വാക്യം എഴുതുക. പോസ്റ്റർ വാക്യമാണല്ലേ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. എന്തെഴുതാം കൂട്ടുകാരെ? ഓരോ തുള്ളി ജലവും പ്രകൃതിയുടെ വരദാനമാണ്. ജലം പാഴാക്കരുതേ. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ കൂട്ടുകാർക്ക് എന്താണ്? കൂട്ടുകാർക്ക് തോന്നുന്നത് എന്താണോ അവിടെ എഴുതാവുന്നതാണ്. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുതെന്നോ, അല്ലെങ്കിൽ ഇതുപോലെ ഓരോ തുള്ളി ജലവും പ്രകൃതിയുടെ വരദാനമാണ്, ജലം പാഴാക്കരുത്. ഇതുപോലത്തെ പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വെള്ളവുമായി ബന്ധപ്പെട്ട പദങ്ങൾ നോക്കൂ. ഈ പദങ്ങൾ അക്ഷരമാലാക്രമത്തിൽ എഴുതുക. ഏതൊക്കെയാണ് വേർഡ്സ് നോക്കൂ. വെള്ളം, ജലം, തോയം, സലിലം. നമുക്ക് എങ്ങനെ അക്ഷരമാലാക്രമത്തിൽ എഴുതാം? ഏതായിരിക്കും ഫസ്റ്റ് വരിക? അതേ, ജലമാണല്ലേ. ദെൻ തോയം, വെള്ളം, സലിലം. ഫസ്റ്റ് ജലം, ദെൻ തോയം, വെള്ളം, സലിലം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. പ്രവർത്തനം 4, ഡയറിക്കുറിപ്പ്. ഇങ്കായിയെയും ഡെങ്കായിയെയും കണ്ട ദിവസം ഉണ്ണിക്കുട്ടൻ ഡയറിയിൽ എന്തൊക്കെയാകും കുറിച്ചിട്ടുണ്ടാകുക? എഴുതൂ. എന്തൊക്കെയായിരിക്കും എഴുതുക കൂട്ടുകാരെ ഡയറിയിൽ? ഓക്കെ, നമുക്ക് എഴുതാം.
മംഗലാപുരത്ത് മാമൻ്റെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴി ട്രെയിനിൽ വെച്ച് 2 കൂട്ടുകാരെ കിട്ടി. ഉണ്ടക്കണ്ണും വാലും നീണ്ട ചെവിയും എല്ലാമുള്ള കൂട്ടുകാർ. മുടിയൊക്കെ നീണ്ട് വേറെ ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്നതാ. ഡങ്കായി ഇങ്കായി എന്നാണ് അവരുടെ പേര്. അവരെ കണ്ട് ട്രെയിനിലുള്ള പോലീസുകാർ വരെ പേടിച്ചു ബോധം കെട്ടു. എനിക്ക് അവരെ കണ്ടിട്ട് ഒരു പേടിയും തോന്നിയില്ല. മണ്ടായി ആണെന്ന് ഞാൻ ആദ്യം ഓർത്തത്. അവരെ കോഴിക്കോട്ട് ഇറക്കി വിട്ടു. അവർക്ക് നല്ല നീണ്ട മുടിയാണ്. അത് വെട്ടാനുള്ള സ്ഥലം അന്വേഷിച്ചാണ് അവർ വന്നത്. മുടിയൊക്കെ വെട്ടി അവർ കോഴിക്കോട്ട് തന്നെ ഉണ്ടാവും. നാളെ ഞാൻ പോയി അവരെ കാണും. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക കൂട്ടുകാരും, ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. പ്രവർത്തനം 5 എന്താണ്? കവിത പൂർത്തിയാക്കാനാണല്ലേ. കവിതാ രചന മത്സരത്തിൽ പങ്കെടുത്ത അപ്പുവിന് കിട്ടിയ വിഷയമാണ് മഴ. മഴയെക്കുറിച്ചൊരു കവിത നിങ്ങളും എഴുതി നോക്കൂ. ചന്നും പിന്നും പെയ്ത മഴ. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ എഴുതാവുന്നതാണ്. ഇവിടെ നോക്കൂ. ചന്നം പിന്നം പെയ്ത മഴ, ചാറി ചാറി പെയ്ത മഴ, മണ്ണിനു മീതെ പെയ്ത മഴ, മരത്തിനു മീതെ പെയ്ത മഴ, പുഴയുടെ മീതെ പെയ്ത മഴ, കടലിനു മീതെ പെയ്ത മഴ, ആഹാ എന്തു രസമീ മഴ, നനയാൻ വായോ കൂട്ടുകാരെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികളൊക്കെ ചേർത്ത് എന്ത് ചെയ്യുക? കവിത പൂർത്തീകരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ. പ്രവർത്തനം 6 നോക്കൂ. യാത്രാനുഭവമാണല്ലേ. നിങ്ങൾ നടത്തിയ യാത്രയിലെ മറക്കാനാകാത്ത ഒരു അനുഭവം എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു മാതൃക നൽകുന്നുണ്ട്. കൂട്ടുകാരെന്ത് ചെയ്യുക? കൂട്ടുകാർ നടത്തിയൊരു യാത്ര ഉണ്ടാവില്ല, അതിനെക്കുറിച്ചൊരു അനുഭവക്കുറിപ്പായിട്ട് എഴുതുക. ഓക്കെ, ഒരു യാത്രാനുഭവം എഴുതുക. അമ്മയുടെ വീടായ മാങ്കുന്നിലേക്ക് അമ്മയോടൊപ്പം ബസ്സിലാണ് പോയത്. ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോൾ ധാരാളം ആളുകളെ കണ്ടു. അതിലൊരാൾ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ലോട്ടറി കച്ചവടക്കാരനായിരുന്നു അത്. 2 കാലുകൾക്കും സ്വാധീനമില്ല. നിലത്തുകൂടി നിരങ്ങി നീങ്ങി ലോട്ടറി വിൽക്കുന്നു. എനിക്കത് കണ്ടപ്പോൾ സങ്കടം തോന്നി. അതിലും അപ്പുറം തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സോർത്ത് അഭിമാനവും. അപ്പം കൂട്ടുകാരും എന്ത് ചെയ്യുക? നിങ്ങൾ പോയ ഏതെങ്കിലും ഒരു യാത്രാനുഭവം ഇതുപോലെ എഴുതുക. ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.